മെയ്ദിനെ ആ ചെറിയ സ്പാനർ പക്ഷെ നിന്റെ മോഹം വെറും മതിമോഹം മാത്രമാണെന്ന് നിനക്കറിയാൻ വേണ്ടി നമുക്ക് പോരാടാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? ചേട്ടാ പറയട്ടോ. എന്താ കേട്ടാ വിവരമില്ലതും തീർന്നു എന്നാ കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. ഇതിലെ കമ്പാക്ക് ഇതിലൂടെ തുലച്ച് 2025 മോഹൻലാൽ കയറി വന്ന എല്ലാം കൊണ്ട് ഈ സിനിമയൊക്കെ തുലച്ചിട്ടുണ്ട്. മോഹൻലാൽ അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സിനിമയ്ക്ക് തിയേറ്ററിൽ കണ്ടു ഫസ്റ്റ് ഹാഫൊക്കെ വെറും അപരാധ ലെവലായി പോയി. ആ ലെവല് ഈ നടനെയൊക്കെ ഈ ഏജന്റ് സിനിമയിൽ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നല്ലോ ഒരു നടന്റെ, അതേപോലെ ഒരു നടന്റെ ലോഞ്ചിന് വേണ്ടി ലാലേട്ടനെ ബലിയാടാക്കി ഈ സിനിമ. അത്രേ പറയുള്ളൂ. എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ലാലേട്ടൻ തന്നെ അറിയാം ഈ സിനിമ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഫാൻസ് ലാലേട്ടന്റെ ഒരു ബാഹുബലി എന്നൊക്കെ പറയാനുണ്ടോ? ബാഹുബലി ലാലേട്ടന്റെ ബാഹുബലിയൊക്കെ ഇത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിരിച്ച് ഒരു കണ്ണപ്പ ലെവൽ അത്രയും ഇതായിട്ടുണ്ടോ? കണ്ണപ്പ ലെവലെന്നും പറയാൻ പറ്റില്ല. ഇത് ഒരു ഇതില്ലാത്തൊരു നടന്റെ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്തെടുത്ത് പോകും. ആ ലെവൽ ലാലേട്ടന്റെ പടം അല്ല, ലാലേട്ടനാണ് ഹീറോ. ലാലേട്ടൻ ഇത് ഹീറോ ലാലേട്ടൻ തന്നെ. പക്ഷെ സിനിമ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയല്ല. നിങ്ങൾ വിചാരിച്ച് പറഞ്ഞൊന്നും ഇതിനകത്തൊന്നും കിട്ടൂല. ലാലേട്ടന്റെ ഒരു മാസമൊക്കെ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ മാസമൊക്കെ ഉണ്ട് ഇതിനകത്ത്, മാസമൊന്നും ഇല്ലെന്നല്ല. പക്ഷെ സിനിമ കഥ വയസ്സ് ഒട്ടും. എന്നാലും ഇത് ബറോസും കണ്ണപ്പയൊക്കെ പോലെ അത്രയ്ക്ക് മോശമാണ്. അതിനേക്കാളും മോശം. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. പാൻ ഇന്ത്യൻ ചർച്ച ചെയ്യുന്ന റോളും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു ബ്രോ. അതായത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു കഥയായിരുന്നു. പക്ഷെ അതിനെ വളരെ മോശമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോശം അഭിപ്രായം. നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടും. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. മോശമാണ്. മേക്കിംഗ് വൈസ് എന്തെങ്കിലും ഉണ്ടോ? ഒരു മൂവി രീതിയിൽ ഒരു എന്റർടൈനർ അല്ല. തെലുങ്ക് മൂവി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്താലും അറിയില്ല. ലാലേട്ടനെ പോലൊരു സ്റ്റാർ മലയാളികൾക്ക് ഇഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ. എന്റെ പൊന്നേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. ഭയങ്കര ബോറടിക്കുന്ന ഒരു പടമാണ്. ലാലേട്ടൻ വെറുതെ തെലുങ്കിൽ പോയി ഒരു പടം ചെയ്തെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ അങ്ങോട്ട് കൂടി. ഓ ഭയങ്കര പോറല്ലേ പടം. എന്തായാലും മോശമാണ് പടം. ഇങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ കണ്ണ്, ബോംബ്, ഒലക്കര മൂട്. തകർത്തുണ്ട്.